നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കോപ്പ അമേരിക്കയിലെ ആദ്യ മത്സരത്തിന് വേണ്ടി അർജന്റീന ഇന്ന് ഇറങ്ങുകയാണ്. എതിരാളികൾ കാനഡയാണ്. നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 5:30 ഈ ഒരു മത്സരം നമുക്ക് വീക്ഷിക്കാൻ സാധിക്കുക. നമുക്കറിയാം, അമേരിക്കയാണ് ഇത്തവണത്തെ കോപ്പ അമേരിക്ക ടൂർണമെന്റിന് ആതിഥേയത്വം വഹിക്കുന്നത്. ഈ ഒരു കോപ്പ അമേരിക്കക്കുള്ള ഫൈനൽ സ്ക്വാഡ് അർജന്റീനയുടെ പരിശീലകനായ സ്കലോണി പ്രഖ്യാപിച്ചപ്പോൾ അതിൽ ഇടം നേടാൻ കേവലം 19 വയസ്സ് മാത്രമുള്ള അലജാൻഡ്രോ ഗർണാച്ചോക്ക് സാധിച്ചിരുന്നു. അദ്ദേഹം ആദ്യമായിക്കൊണ്ടാണ് ഇപ്പോൾ കോപ്പ അമേരിക്ക സ്ക്വാഡിൽ ഇടം കണ്ടെത്തുന്നത്. നിലവിലെ ജേതാക്കളായ അർജന്റീനയുടെ ലക്ഷ്യം കോപ്പ അമേരിക്ക കിരീടം നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ്. അതിനുവേണ്ടിയാണ് ലയണൽ മെസ്സിയും സംഘവും അമേരിക്കയിൽ ഇറങ്ങുന്നത്. ഇതിനിടെ തന്റെ ആരാധകർക്കായി അലജാൻഡ്രോ ഗർണാച്ചോ ഒരു മെസ്സേജ് പങ്കുവച്ചിട്ടുണ്ട്. കോപ്പ അമേരിക്ക കിരീടം എന്ന സ്വപ്നത്തിന് പിറകെയാണ് എല്ലാവരും ഉള്ളത് എന്നാണ് ഗർണാച്ചോ പറഞ്ഞിട്ടുള്ളത്. സാമൂഹിക മാധ്യമങ്ങളിൽ അദ്ദേഹം കുറിച്ച വാക്കുകൾ ഇങ്ങനെയാണ്: ആദ്യമായി ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. ഇതെന്റെ ആദ്യത്തെ കോപ്പ അമേരിക്ക ടൂർണമെന്റ് ആണ്. കിരീടം എന്ന സ്വപ്നത്തിന് പിറകിലാണ് ഞങ്ങൾ എല്ലാവരും ഉള്ളത്. നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. ഇതാണ് ഗർണാച്ചോ ഇപ്പോൾ എഴുതിയിട്ടുള്ളത്. നാളത്തെ മത്സരത്തിന്റെ സ്റ്റാർട്ടിംഗ് 11-ൽ ഗർണാച്ചോ ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ താരം ഇറങ്ങാനുള്ള ഒരു സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. സമീപകാലത്ത് മോശമല്ലാത്ത രൂപത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടിയൊക്കെ കളിച്ചിട്ടുള്ള താരമാണ് ഗർണാച്ചോ. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരു കടുത്ത ആരാധകനാണ് അദ്ദേഹം. എന്നാൽ ഇപ്പോൾ ലയണൽ മെസ്സിക്കൊപ്പം കോപ്പ അമേരിക്ക കിരീടം സ്വന്തമാക്കുക എന്ന ഒരു വലിയ സ്വപ്നത്തിന് പിറകിലാണ്, പിന്നാലെയാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.